നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. പാർട്സ് ഓഫ് സ്പീച്ചിലെ പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. പ്രിപ്പോസിഷൻ പല വിധമാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിൽ ആദ്യത്തെ വിഭാഗമായിട്ടുള്ള പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അവയിൽ വരുന്ന മിസ്റ്റേക്കുകളും അതിൻ്റെ എക്സാമ്പിൾസും ഉദാഹരണങ്ങളും വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് എന്താണ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നോക്കാം. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഒരു വസ്തുവിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വേർഡാണ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ. അതായത് എവിടെയാണ് അല്ലെങ്കിൽ ഏതിൻ്റെ കൂടെയാണ് ഏതൊരു സാധനം നിലനിൽക്കുന്നത് എന്ന് വിശദീകരിച്ച് തരുന്ന വേർഡ്. ഉദാഹരണത്തിന് നമുക്ക് ഉദാഹരണം നോക്കാം. ഓൺ, മുകളിൽ എന്ന് പറഞ്ഞു. എന്തിൻ്റെ മുകളിലാണ് ഒരു സാധനം ഉള്ളത് എന്ന് പറയാൻ പറ്റുക. ഇൻ, ഉള്ളിൽ, എന്തിൻ്റെ ഉള്ളിലാണ് എന്ന് പറയാനാണ്. അപ്പോൾ എവിടെയാണ് അതിൻ്റെ പ്ലേസ്, അല്ലെങ്കിൽ നിയർ, അടുത്ത്, അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, അടുത്താണ്. ബിസൈഡ്, അരികെ. എബോ, മുകളിൽ. ബിലോ, താഴെ. അപ്പോൾ ഇതൊരു സാധനത്തിൻ്റെ പ്ലേസ്, അതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. നമുക്കത് ഉദാഹരണങ്ങളിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം നോക്കാം. ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ, മൈ ഫോൺ ഈസ് ഇൻ മൈ പോക്കറ്റ്, ദ കാറ്റ് ഈസ് അണ്ടർ ദി ബെഡ്, ദ ബേർഡ് ഈസ് എബവ് ദി ട്രീ, ദ കാർ ഈസ് ബിസൈഡ് ദി ഹൗസ്, ദി സ്റ്റോർ ഈസ് നിയർ ദി പാർക്ക്. ഇവിടെ ഉദാഹരണം നോക്കാം. ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ, പുസ്തകം ടേബിളിന്മേലാണ്. ടേബിളിന്മേൽ, ഓൺ ഉപയോഗിച്ചു. ഈ ഓണാണ് ഇവിടുത്തെ പ്രിപ്പോസിഷൻ. അപ്പോൾ ഇത് ഏത് സ്ഥലത്താണെന്ന് അറിയിക്കുന്നുണ്ട്. ഈ ടേബിളിൻ്റെ മുകളിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ മൈ ഫോൺ ഈസ് ഇൻ മൈ പോക്കറ്റ്, എൻ്റെ ഫോൺ എൻ്റെ പോക്കറ്റിനുള്ളിലാണ്. ഇൻ, ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ് ഇൻ. ഇൽ എന്നുള്ള അർത്ഥമാണ് സാധാരണ മലയാളികൾ ഓർക്കാറുള്ളത്. അതല്ല അർത്ഥം, ഉള്ളിൽ എന്നാണ് അർത്ഥം. അതുപോലെ ദ കാറ്റ് ഈസ് അണ്ടർ ദി ബെഡ്, പൂച്ച ബെഡിൻ്റെ താഴെയാണ്. അണ്ടർ, താഴെ. അതുപോലെ ദ ബേർഡ് ഈസ് എബവ് ദി ട്രീ, കിളി മരത്തിൻ്റെ മുകളിലാണ്. എബോ, മുകളിൽ. അതുപോലെ ദ കാർ ഈസ് ബിസൈഡ് ദി ഹൗസ്, കാറ് ഹൗസിനരികെയാണ്, വീടിനരികെയാണ്. അതുപോലെ ദ സ്റ്റോർ ഈസ് നിയർ ദി പാർക്ക്, സ്റ്റോറ് പാർക്കിനോട് അടുത്താണ്. നേരെ ചാരിക്കൊണ്ട് നിൽക്കുന്നതിനാണ് നിയർ എന്ന് പറയാം. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അടുത്ത, ഏതെങ്കിലും ആ വശത്താണെങ്കിലാണ് ബിസൈഡ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രിപ്പോസിഷൻസ് നമ്മൾ നോക്കിയത്. ഇനി ഗ്രാമർ പ്രകാരം പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത്, ഈ ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് പല ആൾക്കാർക്കും അറിയില്ല. ഒരു ക്ലോസ് ചെയ്തിട്ടുള്ള, ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ വെച്ചിട്ടുള്ള സാധനത്തിനാണ് ഇൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. ഉദാഹരണം നോക്കിയാൽ മനസ്സിലാവും. ദ കാറ്റ് ഈസ് ഇൻ ദി ബോക്സ്, പൂച്ച പെട്ടിക്കകത്താണ്. പെട്ടി എന്ന് പറഞ്ഞാൽ ഒരു അടക്കുന്ന ഒരു ഭാഗമൊക്കെ ഉള്ള ഒരു വസ്തുവാണ്. അങ്ങനത്തെ സ്ഥലത്ത് വെക്കുന്ന സാധനത്തിനാണ് ഇന്ന് ഉപയോഗിക്കുക. ഒരു സ്ഥലത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് ഉപയോഗിക്കില്ല. നേരെ മറിച്ച് ഒരു സാധനത്തിനകത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉപയോഗിക്കുക. ഗ്രാമർ പ്രകാരം അങ്ങനെ തന്നെ പഠിക്കണം. അതുപോലെ ഓൺ എവിടെയാണ് ഉപയോഗിക്കുക? ഒരു വസ്തുവിൻ്റെ സർഫസിൽ, അതിൻ്റെ മുകൾ ഭാഗത്തുള്ളതിനാണ് ഓൺ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ, പുസ്തകം ടേബിളിന്മേലാണ്, ടേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ സർഫസിൻ്റെ മുകളിൽ അതിനായിട്ടൊരു കോണ്ടാക്റ്റ് ഉള്ളതിനാണ് എന്ത് പറയുക, ഓൺ ഉപയോഗിക്കുക. അതുപോലെ അണ്ടർ എന്ന് ഉപയോഗിക്കുന്നത് ഒരു സാധനത്തിൻ്റെ താഴെ ഉള്ളതിനാണ്. അപ്പോൾ ദ കാറ്റ് ഈസ് അണ്ടർ ദി ബെഡ്, ബെഡിന് താഴെയാണ് കാറ്റ്. അതുപോലെ എബോ എവിടെയാണ് ഉപയോഗിക്കുക? ഒരു വസ്തുവിനേക്കാൾ മുകളിലുള്ളതിനാണ് എബോ ഉപയോഗിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ദ ബേർഡ് ഈസ് എബവ് ദി ട്രീ, കിളി ട്രീക്ക് മുകളിലാണ്. അപ്പോൾ ട്രീയുടെ മുകളിലായിരിക്കണം കിളി എന്നുള്ളത്. അതുപോലെ ബിസൈഡ് എന്നുള്ളത് ഒരു വസ്തുവിനോട് അടുത്തായിരിക്കണം, ആ പ്രദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കണം. അങ്ങനത്തതിനാണ് ബിസൈഡ് ഉപയോഗിക്കുക. ബിസൈഡും നിയറും പെട്ടെന്ന് മനസ്സിലാവില്ല. ദ കാർ ഈസ് ബിസൈഡ് ദി ഹൗസ്, കാറ് വീടിനടുത്താണ്. നേരെ മറിച്ച് നിയർ ആണെങ്കിലോ നേരെ വളരെ അടുത്തായിരിക്കണം. വളരെ അടുത്തുള്ളതിനാണ് നിയർ ഉപയോഗിക്കുക. ദ സ്റ്റോർ ഈസ് നിയർ ദി പാർക്ക്, പാർക്കിൻ്റെ അടുത്താണ്
സ്റ്റോർ. അപ്പോൾ ഇത് പിന്നെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. ബിസൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ആയിരിക്കും. നിയർ എന്ന് പറഞ്ഞാൽ നേരെ അടുത്തായിരിക്കും. അതാണ് വ്യത്യാസം. ഇനി പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ്? ലിസ്റ്റ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓൺ, ഇൻ, അറ്റ്, അണ്ടർ, ബിലോ, എബോ, ഓവർ, ബിസൈഡ്, നെക്സ്റ്റ് ടു, നിയർ, ബൈ, ബിറ്റ്വീൻ, എമംഗ്, ഇൻസൈഡ്, ഔട്ട്സൈഡ്, ബിഹൈൻഡ്, ഇൻ ഫ്രണ്ട് ഓഫ്, അക്രോസ്, ഫ്രം, ഓപ്പോസിറ്റ്, ബിയോണ്ട്. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത്, അറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് എന്ന് പറയുന്നതിനാണ് ഉപയോഗിക്കുക. അറ്റ് വളാഞ്ചേരി, വളാഞ്ചേരിയിൽ. അറ്റ് മലപ്പുറം, മലപ്പുറത്ത്. അണ്ടർ താഴെ, ബിലോ താഴെ, എബോ മുകളിൽ, ഓവർ മുകളിൽ, ബിസൈഡ് അരികെ, നെക്സ്റ്റ് ടു അടുത്തായി, നിയർ അടുത്ത്, ബൈ ആൽ എന്ന് പറയുന്നത്, ബൈ അംജദ് അംജദിനാൽ, ബൈ ജോസഫ് ജോസഫിനാൽ. അതുപോലെ ബിറ്റ്വീൻ ഇടയിൽ, എമംഗ് ഇടയിൽ, ഇൻസൈഡ് അകത്ത്, ഔട്ട്സൈഡ് പുറത്ത്, ബിഹൈൻഡ് പിറകിൽ, ഇൻ ഫ്രണ്ട് ഓഫ് മുന്നിൽ, അക്രോസ് ഫ്രം എന്ന് പറഞ്ഞാൽ അക്രോസ് പറഞ്ഞാൽ വിലങ്ങനെ, ഓപ്പോസിറ്റ് എതിരെ, ബിയോണ്ട് അപ്പുറം. ഇത്രയുമാണ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പ്രിപ്പോസിഷനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. താങ്ക് യു.